ഹലോ ഫ്രണ്ട്സ്, തുമ്പിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കറേഷൻസ്? എന്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. രാവിലെ മുതൽ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ എല്ലാം വച്ചത്. പൊളിയല്ലേ ഫ്രണ്ട്സ്? എനിക്കിന്ന് ഭയങ്കര ജോലിയാണ്. കണ്ടോ, സ്വീറ്റ്സ് ഒക്കെ പൊട്ടിച്ച് ട്രെയിനിൽ വയ്ക്കണം. 1-2 അകത്താക്കി. ഇങ്ങനെയുണ്ട് എന്റെ തുമ്പിയുടെ ബർത്ത്ഡേ കേക്ക്. എല്ലാരും ഭയങ്കര വേണ്ടി റെഡിയായി ഗായ്സ്. നമ്മളെല്ലാം നല്ല ഹാപ്പിയാണ്. കണ്ടോ മമ്മിയെ? ഞാൻ ഡാൻസ് കളിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നെറ്റ് കിട്ടാത്ത വിഷമത്തിലാണ് ഗായ്സ്. ഞാൻ നെറ്റ് വന്നപ്പോൾ ഞാൻ കുറച്ച് ഡാൻസ് കളിച്ചത്. എങ്ങനെയുണ്ട്? ബാക്കി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഫോട്ടോ എടുപ്പിക്കില്ല ഫ്രണ്ട്സ്. ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഗസ്റ്റ് ഒക്കെ എല്ലാം വന്ന് തുടങ്ങി. ഇതെന്റെ കുട്ടമ്മാവൻ സോനകുഞ്ഞയും ആണ്. അവരാണ് ആദ്യം എത്തിയ ഗസ്റ്റ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഭയങ്കര ഷോ ആയിരുന്നു ഗായ്സ്. ഇങ്ങനെയൊന്നും എന്റെ ലുക്ക്. അച്ഛനാണ് ലൈറ്റ്സിന്റെ ഓപ്പറേറ്റർ. ആൾക്കാരെ കണ്ടപ്പം തുമ്പി കരച്ചിലൊക്കെ തുടങ്ങി. അവളെ കരച്ചില് മാറ്റാൻ എല്ലാരും പഠിച്ച പണി പന്നിട്ട് നോക്കി. കണ്ടോ, അവൾ ആൾറെഡി കളയണേ. അച്ഛൻ അവളെ അടുത്ത് പുറത്ത് കൊണ്ടുപോയി കരച്ചില് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഗസ്റ്റിന്റെ എണ്ണം കൂടുന്തോടും അവളെ കരച്ചിലിന്റെ സൗണ്ടും കൂടി കൂടി വന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സോനകുഞ്ഞയും കുട്ടമ്മാവന്റെ കൂടെ കളിക്കണം. മമ്മിയുടെ 2 സിസ്റ്റേഴ്സാണ് ഇത്. എന്റെ ഇച്ചുവിന്റെ കോമഡി ഷോ കണ്ടുകൊണ്ട് എല്ലാരും ചിരിയായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ ടൈം ആയിക്കൊണ്ട് തുമ്പിയുടെ കരച്ചില് മാറി. ക്രൗണൊക്കെ വെച്ച് തുമ്പി സുന്ദരിയായില്ലേ? അങ്ങനെ കേക്ക് കട്ടിങ്ങിന്റെ ടൈമായി ഫ്രണ്ട്സ്. തുമ്പി എല്ലാം എന്നെ അമ്പലെന്ന് നോക്കുകയാണ്. എനിക്കിവിടെ എന്താണ് നടിക്കണത് മനസ്സിലായില്ല. അങ്ങനെ ക്യാൻഡിലൊക്കെ ഊതി അവളെ കേക്ക് കട്ട് ചെയ്ത്. അവള് കേക്കിലല്ല ഫ്രണ്ട്സ്, ആൾക്കാരാണ് നോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊച്ചിനും കുട്ടത്തെയും തുമ്പിക്ക് കേക്ക് കൊടുത്ത്. അവൾക്ക് മധുരം ഇഷ്ടമായതുകൊണ്ട് പിണങ്ങാതെ കഴിച്ചു. ഇച്ചുവിനെ കൊണ്ട് ഒരു പീസ് കേക്ക് കട്ടയിച്ച് തുമ്പിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പം അവ എൻ്റെ സ്വന്തം വയറ്റിലാക്കി. അടുത്ത് പപ്പയാണ് തുമ്പിക്ക് കേക്ക് കൊടുക്കാൻ വന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഈ പപ്പയ്ക്ക് മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും തുമ്പിക്ക് ഒരു പീസ് കേക്ക് കൊടുത്ത്. അടുത്ത് മമ്മിയാണ് കേക്ക് കൊടുക്കാൻ വന്നത്. തുമ്പിക്ക് കേക്ക് കൊടുത്തിട്ട് എല്ലാരും ഇച്ചുവിനൊരു പീസ് കൊടുത്തിട്ട് പോവും. ഞാൻ അവിടെ 1-2 പീസൊക്കെ അകത്താക്കി. അടുത്ത അച്ഛനാണ് തുമ്പിക്ക് കേക്ക് കൊടുക്കാൻ വന്നത്. തുമ്പി അച്ഛനെ നോക്കണ കണ്ടോ? അച്ഛനെ തുമ്പി അച്ഛ എന്നാണ് വിളിക്കണം. ഞാൻ കൊതിവില്ലാതെ എനിക്കൊരു പീസ് തന്ന്. സൂപ്പർ കേക്കായിരുന്നു ഫ്രണ്ട്സ്. തുമ്പിയുടെ കേക്ക് ചെയ്തത് മണ്ടത്തങ്കടമുള്ള മോഡേൺ ബേക്കറിയാണ്. നമ്മളെല്ലാ ഫംഗ്ഷനിലും അവിടെ നിന്നാണ് കേക്കൊക്കെ വാങ്ങണം. സൂപ്പർ വെറൈറ്റി ടേസ്റ്റാണ് അവിടെ. അങ്ങനെ ഗസ്റ്റൊക്കെ തുമ്പിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. തുമ്പിക്ക് വാങ്ങാൻ പോലെ അറിഞ്ഞൂടാ. ഞാനാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്തത്. എനിക്കിന്ന് നല്ല ജോലി ഉണ്ടായിരുന്നു. ആ സീനൊക്കെ ഞാൻ കേക്ക് കഴിച്ച് തീർത്ത് ഫ്രണ്ട്സ്. അങ്ങനെ ഗസ്റ്റിന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത്. ഇത് ഫുഡിന്റെ ടൈമാണ് ഗായ്സ്. കണ്ടോ, ഞാൻ ഫുഡ് കഴിക്കാതിരിക്കണത്. നല്ല സൂപ്പർ ഇടിയപ്പം ചിക്കൻ കറിയുമായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് വീട് കിടക്കല്ലേ എന്നാണ് പറയണത്. ഇത് കാരണം നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യം കയറി കഴിക്കായിരുന്നെന്ന്. അല്ല ഫ്രണ്ട്സ്, പള്ളിയിൽ അച്ഛനും കുറെ ഗസ്റ്റൊക്കെ പോയിട്ടാണ് ഞാൻ ഇടുന്നത്. കണ്ടില്ലേ തിരക്കൊന്നും ഇല്ലാത്തത്. ഫ്രണ്ട്സ് കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് തുമ്പിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ പെട്ടെന്ന് പോയി തുമ്പിക്കുള്ള ഗിഫ്റ്റ് എടുത്തെടുത്ത്. ഇതാണ് തുമ്പിക്ക് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ്. ഒരു സൈക്കിളും കൂടെ ഉണ്ട്. ആട് പെറ്റാണ് എൻ്റെ ബാഗിങ് ഒക്കെ എടുത്ത് മാറ്റിയത് ഗായ്സ്. ഞാനും കുട്ടമ്മാവനും കൂടെ കുറേ കഷ്ടപ്പെട്ട്. ഇത് ബാറ്ററിയിലാണ് ഫ്രണ്ട്സ്. മ്യൂസിക്കൊക്കെ കേൾക്കും.
നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. കണ്ടോ കേടിയിരുന്ന് കളിക്കണത്. എന്നാലും കൂട്ടത്തേക്ക് നല്ല പണിയായി. അവളെ കയറ്റിയിരുത്തി കിടക്കണ്ടേ? അവൾക്ക് എൻ്റെ ലൈറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സമയം ഇപ്പം രാത്രിയായി ഫ്രണ്ട്സ്. ഇത് മമ്മിയുടെ സിസ്റ്ററിന്റെ ഫാമിലിയാണ്. ഈ വാവയുടെ പേര് അനാലിയ എന്നാണ്. ഗൈസ്, നിങ്ങൾക്ക് അറിയാമോ, അവളുടെ മാമനാണ് ഞാൻ. തുമ്പി ഇവളെ കുഞ്ഞമ്മയാണ്. 1 വയസ്സുള്ള കുഞ്ഞമ്മ. നമ്മൾ 3 പേരും കൂടെ വണ്ടി വെച്ച് കുറെ നേരം കളിച്ച്. കണ്ടോ തുമ്പിക്ക് വാങ്ങിയ ഗിഫ്റ്റ് ആടാന്ന് കളിക്കണമെന്ന്. കൊച്ചു മാമന്മാരും മോളും കോമഡി തന്നല്ലേ. അങ്ങനെ കുറെ നേരം നമ്മൾ കളിച്ച്. അടുത്തൊരു വേറെ വാവയെ കാണിച്ചു തരാവേ. ഇതാണ് അബി. ഇച്ചു അബിയും ഒരേ പ്രായമാണ്. കണ്ടോ അവരുടെ ഫ്രണ്ട്സ് ആയത്. ഇത് അമ്മയുടെ ഫ്രണ്ടിന്റെ മോളാണ്. അങ്ങനെ ഗസ്റ്റൊക്കെ പോയപ്പം ഒരുപാട് ലേറ്റായി ഫ്രണ്ട്സ്. എല്ലാവരും നന്നായിട്ട് ടയേർഡായി. ഇനി തുമ്പിയോടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നുണ്ട് ഗായ്സ്. ഇക്കോസ് വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.